ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ അമ്മാവനിത് മകന്മാർ രണ്ടാളും കൂടി അമ്മായി നേരത്തെ പള്ളിയിലേക്ക് പോയി. അപ്പോൾ ഇന്ന് പള്ളി പെരുന്നാളാണ് അല്ലേ? കൊച്ചുപള്ളി പെരുന്നാൾ ഞങ്ങളങ്ങനെ പോവാ. അപ്പോൾ അമ്മാവൻ ഗേറ്റ് തുറക്കാൻ പോവാണ്. പുള്ളിക്കാരൻ വടിയിൽ കുത്തിയിട്ടാണ് പോകുന്നത്, എന്താണെന്നറിയില്ല. ഈ ബീഡി എപ്പോൾ കഴിയുമ്പോൾ തന്നെ വേണമല്ലേ? നമ്മളെ വീട് അതായിട്ട് കുഞ്ഞ് വീട്. പുള്ളിക്കാരൻ ഗേറ്റെല്ലാം പൂട്ടുന്നുണ്ട്. അപ്പോൾ ഇറങ്ങിയപ്പോൾ അമ്മാവൻ തൊപ്പിയെടുത്തില്ല. ഞാൻ ഗേറ്റ് കൂട്ടാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് തൊപ്പി വേണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. തല മുട്ടടിച്ചുകൊണ്ട് തൊപ്പിയിലെടുത്തിട്ട് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. നല്ല വെയിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ ബാധലെല്ലാം പൂട്ടിയിട്ട് ഇറങ്ങി വരട്ട്. നമ്മളെ വീട്. ഇപ്പം നല്ല കുട്ടപ്പനായില്ലേ? ഇപ്പം നല്ല സൂപ്പറായില്ലേ? പോവാന്നല്ലേ? നമ്മ പള്ളിയിലേക്ക് നടക്കുവാണ്. അതെ, നമ്മൾ പള്ളിയിലേക്ക് പോകണം. അപ്പം അതിന് നമുക്ക് ഒരു പാട്ട് പാടിയിട്ട് പോയാലോ? എന്താ പാട്ട് പാടുന്നുണ്ട്? അമ്മ നല്ല പാട്ടിലും പാടുണ്ടാ. പാട്ടിലും പാടുന്ന പുള്ളിക്കാരനാണ്. ചെറിയ കോമഡി ചെറിയ കോമഡി അപ്പോൾ അമ്മ നല്ല വെയിലാണ്, എന്നാലും കുഴപ്പമില്ല. അമ്മ തൊപ്പിയിലിട്ട് മുട്ടയടിച്ചുകൊണ്ട് തൊപ്പിയിലിട്ടിട്ട് ഇവിടെ കുറച്ച് നടക്കാണ്ട് കേട്ടോ. നമ്മളെ കൊച്ചുപള്ളി കോളനി ആട്ടെ ഇത്. കോളനി എന്ന് പറയാനില്ല, ഒരു കോളനി പോലത്തെ ഒരു സ്ഥലം. അമ്മ ഇപ്പം എത്ര വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 93 തൊട്ട്. അപ്പോൾ അമ്മ 93 തൊട്ട് ഇവിടെ താമസിക്കാൻ തുടങ്ങിയ ആളാണ്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെയും അമ്മാവൻ ഏറ്റവും ആദ്യം വന്നതെന്ന് അമ്മാവൻ പറഞ്ഞത് അല്ലേ? അമ്മാവൻ ആദ്യം വന്നത് അല്ലേ? വന്നതിന് ശേഷം ഞാൻ വന്നത്. അത് നമ്മളെ നേരത്തെ ഓട്ടോക്കാരൻ ചേട്ടനെ പോകുന്നു. നമ്മളെ കയറ്റാണ്ടാണല്ലോ പോയത് പുള്ളിക്കാരൻ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വീടുണ്ട് കേട്ടോ. ഞാൻ മാസത്തിലൊരിക്കോ 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ഞാൻ വരല്. അത് ഇവിടുത്തെ നാട്ടുകാരൊന്നും അത്ര പരിചയമില്ല. അപ്പോൾ അമ്മായിയെ കാണിക്കാൻ വെച്ചാൽ അമ്മായി ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുള്ളു. അമ്മാനാണെന്നുണ്ടോ പുള്ളിക്കാരൻ ബീഡീൻ്റെ മെയിൻ ആളാണ്. എന്നാൽ കേൾക്കുന്നുണ്ടാവും, പള്ളീൻ്റെ ആണെന്ന് ബഡ്ഡി പൊട്ടുന്ന ഒച്ച കേൾക്കുന്നുണ്ടാവും. ഇടയാക്കണമേ. കുഞ്ഞുങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. വിദ്യാർത്ഥികളെ യുവതിവാക്കന്മാരെയും പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിൽ നേർവഴിയിൽ നടത്തണമേ. അപ്പോൾ ഞാൻ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മാവനങ്ങനെ നടന്നു വരുന്നത്ര. അത് കൊച്ചുപള്ളി. വേണ്ടിയുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ